Hi friends, welcome back to our channel. അപ്പോൾ പാർട്ട് 4 വീഡിയോ ആണിത്. പാർട്ട് 4ലും വണ്ടിൻ്റെ ഡിസ്മാൻഡ്ലിങ് തന്നെയാണ്. പാർട്ട് 5ഉം കൂടി ഏകദേശം അതേപോലെ തന്നെയാണ് വരിക. അപ്പോൾ ഓരോന്ന് ഊരി തുടങ്ങുമ്പോഴാണ് സത്യത്തിൽ എന്തൊക്കെയാണ് പണിയുള്ളത്, അതേപോലെ എന്തൊക്കെയാണ് നമ്മൾ അതിൽ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ എന്നുള്ളതൊക്കെ ശരിക്കും മനസ്സിലാക്കി തുടങ്ങുന്നത്. അപ്പോൾ കഴിഞ്ഞൊരു പാർട്ടിൽ ഒരു പയ്യൻ കമൻറ്റ് ചെയ്തിരുന്നു, നമ്മളുടെ ചേതക്കിന് AC ഹോണാണ് വരുന്നത് എന്നുള്ളത്. സാധാരണ ബൈക്കുകൾക്കൊക്കെ DC ഹോണാണ്, ഇത് മാഗ്നറ്റിക് ഹോൺ ആയതുകൊണ്ട് AC ഹോണാണ്. അപ്പോൾ ആ ഒരു പയ്യനൊരു ബിഗ് താങ്ക്സ്. കാരണം എന്താ വെച്ചാൽ ഞാനത് DC ഹോണാണെന്ന് തന്നെ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ആ ഒരു കാര്യം അവൻ പറഞ്ഞു തന്നുകൊണ്ട് എനിക്ക് അടുത്തൊരു സ്റ്റെപ്പ് അപ്ഗ്രേഡ് ചെയ്യാനായി. അപ്പോൾ അടുത്തായിട്ട് എനിക്ക് AC ഹോൺ മാറ്റി DC ഹോണാക്കണം. എന്നാൽ അതിൻ്റെ ആ ഒരു നോസ് ആ ഒരു രീതിക്ക് തന്നെ കിട്ടും വേണം. അതിനുള്ളൊരു ഓപ്ഷൻ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ അതെന്താണെന്നുള്ളതൊക്കെ ഞാൻ കമ്മിങ് സോണായിട്ട് ഓരോന്നായിട്ട് അറിയിക്കാം. നിങ്ങൾ ഇങ്ങനത്തെ ഒന്ന് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എനിക്ക് വരുന്ന കോസ്റ്റിൻ്റെ 4/1 ഭാഗമേ ശരിക്കും നിങ്ങൾക്ക് വരുള്ളൂ. ആ ഒരു രീതിക്ക് ഞാൻ നിങ്ങൾക്ക് അത്രയും എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട്. കാരണം ഒരു ഇലക്ട്രിക് സ്കൂട്ടർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെ വരുന്നുള്ളതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഞാൻ കാണിച്ചു തരട്ടെ. അപ്പോൾ നമുക്ക് എന്തായാലും പാർട്ട് 4 ബാക്കി കാണാം. ഇത് ഊരാൻ വളരെ സിമ്പിളാണ്. താഴെയുള്ള 2 സ്ക്രൂകൾ ഊരിയതിന് ശേഷം താഴെ ഭാഗത്തുനിന്ന് മുകളിലേക്ക് ജസ്റ്റ് ഒന്ന് എടുത്തു കഴിഞ്ഞാൽ ഇങ്ങ് പോരും. ഇവിടെ കറക്റ്റായിട്ടൊരു കട്ടിങ് ഉണ്ട്, അതേപോലെ തന്നെ ഇതിനുമുണ്ട്. ഹെഡ് പൊസിഷനിൽ ഇത് കണ്ടോ, ഇവിടെ ഒരു കട്ടിങ് ഉണ്ടാവും. ആ സെയിം കട്ടിങ് തന്നെ ഇവിടെ ഉണ്ടാവും. ഇത് ഊരിയെടുക്കാനും ഇടാനും നല്ല സുഖമാണ്. ഈ കട്ടിങ് ഇതിലേക്ക് വെച്ച് കഴിഞ്ഞാൽ ഈ ഹെഡ് ലാമ്പ് പ്രോപ്പറായിട്ട് അതിൻ്റെ ഇതിൽ ഇരുന്നോളും. കണ്ടോ, വലിയ റിസ്ക് ഒന്നും ഇല്ലാണ്ട് ആൾ കയറിപ്പോവും. അതേപോലെ തന്നെ ഇത് എടുക്കുമ്പോൾ നേരെ താഴ്ന്ന് പിടിച്ചിട്ട് നേരെ മുകളിലേക്ക് ഒന്ന് പൊന്തിച്ച് കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഊരിപ്പോരും ചെയ്യും. ഇനി ഇതിൻ്റെ ഉൾഭാഗത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുണ്ടോ, ആക്സിലേറ്ററിൻ്റെ കേബിൾ ഇത് കൂടെ പോയിട്ടുണ്ട്. അതാണ് ഈ ഇത് കാണുന്നത്. ആക്സിലേറ്ററിൻ്റെ ശരിക്കും ഇവിടെ നിന്നാണ് എല്ലാ വണ്ടീൻ്റെയും പോവുക, പക്ഷേ ഇതിൻ്റെ കണ്ടോ ഇവിടെ നിന്നാണ് പോയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഒന്ന് വരുന്നുണ്ട്. പിന്നെ ഗിയറിൻ്റെ 2 കേബിൾ ഇത് കൂടെ പോയിട്ടുണ്ട്. പിന്നീട് ഒരു സ്പീഡോമീറ്ററിൻ്റെ ഉണ്ട്, പിന്നെ ഹെഡ് ലാമ്പ്, ഇൻഡിക്കേറ്ററിൻ്റെ വയറുകൾ, അങ്ങനെയൊക്കെ അടുത്തും പോയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഇതിൻ്റെ സ്പീഡോമീറ്ററാണ്. സ്പീഡോമീറ്റർ ഊരണമെന്നുണ്ടെങ്കിൽ ആദ്യം ഈ ഒരു പോർഷനിലായിട്ട് ഒരു ചെറിയൊരു ക്ലിപ്പ് വരുന്നുണ്ട്. ആ ക്ലിപ്പിലേക്ക് ഒരു ലോങ് നട്ട് ഇവിടെ നിന്ന് നേരെ ഇതിലേക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതെടുക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഇത് ലൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ നെട്ട് കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങ് പോന്നു കഴിഞ്ഞാൽ ഇത് ഫ്രീ ആയി. അത് കഴിഞ്ഞാൽ ഇതുണ്ടോ താഴെയായിട്ട് ഇവിടെയാണ് ഇതിൻ്റെ സ്പീഡോമീറ്റർ പിനിയൻ വരുന്നത്. അപ്പോൾ ഇവിടെ നിന്നുള്ള ഈ ഒരു കേബിൾ ജസ്റ്റ് ഒന്ന് മുകളിലേക്ക് തള്ളി കൊടുത്തു കഴിഞ്ഞാൽ ഒരുവിധം നമ്മളുടെ സ്പീഡോമീറ്ററിൻ്റെ ഈ പോർഷൻ ലൂസാണെങ്കിൽ പൊങ്ങി വരും. അത് പൊങ്ങി വന്നിട്ടില്ല എങ്കിൽ ജസ്റ്റ് സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മുകളിലേക്ക് തിക്കി നോക്കാം. അപ്പോൾ അതെന്തായാലും പോരും. അതൊരു പരിധിക്കപ്പുറം പോന്ന് നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ ഈ താഴ്ഭാഗത്തുള്ള ഈ ഒരു ത്രെഡ് ഇതുണ്ടോ, ഇത് ഇവിടെ വരുന്നൊരു ബോൾട്ടാണ്. ഇതിനങ്ങ് ഊരി കഴിഞ്ഞാൽ നമുക്ക് ഈ സ്പീഡോമീറ്റർ കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് ഊരിയെടുക്കാം. ഇതാണ് ഇതിൻ്റെ സ്പീഡോമീറ്റർ വരുന്നത്. നമുക്ക് ഈ സ്പീഡോമീറ്ററിൻ്റെ ഗ്ലാസ് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് മാറ്റാൻ കിട്ടും. എന്തായാലും അത് നമുക്ക് പിന്നീട് നോക്കാം. പിന്നെ ഇവിടെ ആയിട്ട് എന്തോ ഒരു ലൈറ്റിൻ്റെ ആണ് തോന്നുന്നു ഒരു ഇത് വരുന്നുണ്ട്. അതിൻ്റെ ഒപ്പം ഇതിൻ്റെ ഉൾഭാഗത്തായിട്ട് 2903 കിലോമീറ്ററാണ് ഈ ഒരു ചേതക്ക് ആകെ ഓടിയിട്ടുള്ളത്. മേ ബി ശരിയായിരിക്കാം, അല്ലെങ്കിൽ ഒരു റൗണ്ട് തിരിഞ്ഞു വന്നതായിരിക്കാം. പഴയ ടെക്നോളജിയിൽ സംഭവം എന്താണെന്ന് അറിയില്ല. ഇത് കണ്ടോ, L1 B1 R1 L B R കണ്ടോ. ഇവിടുന്ന് ഉള്ളിൽ ഏകദേശം 4 ബ്ലൂ വയറും വരുന്നുണ്ട്, ഒരു റെഡ് വയറും വരുന്നുണ്ട്. ഇതെങ്ങോട്ട് എന്തിനുള്ളതാണെന്നുള്ളത് സത്യത്തിൽ എനിക്കറിയില്ല. മേ ബി ഇതിൻ്റെ ഫ്രണ്ടും ബാക്കും സെപ്പറേറ്റ് ആണോ എന്നുള്ളത് എനിക്കൊരു ഡൗട്ടുണ്ട്.
അപ്പോൾ ഇതെന്തായാലും നമുക്ക് ഇതിൻ്റെ വയറിംഗ് കിറ്റ് ഒന്ന് പൊളിച്ച് നോക്കുന്ന സമയത്ത് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് അറിയും. പിന്നെ ഇത് ഊരിയെടുക്കാൻ വളരെ സിമ്പിളാണ്. ഈ ഒരു പോർഷനിലാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള ലോക്ക് വരിക. അപ്പോൾ ഈ ഒരു ഭാഗം ഇത് ഇതേപോലെ ഇതിൻ്റെ ഉള്ളിലേക്കായിരിക്കും. ഇവിടെ കണ്ടോ ഒരു കട്ടിങ്, ആ കട്ടിങ് ഉണ്ടാവും, ഇവിടെ ഒരു കട്ടിങ് ഉണ്ടാവും. ഇതിലേതെങ്കിലും ഒരു സൈഡിൽ ഒന്ന് സ്ക്രൂ ഡ്രൈവർ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങ് വലിച്ചു കഴിഞ്ഞാൽ ഈ സാധനം ഇങ്ങ് പോരും. ലെഫ്റ്റ് സൈഡ് ചെയ്ത അതേ രീതിക്ക് തന്നെ റൈറ്റ് സൈഡിലും ചെയ്തിട്ടുണ്ട്. റൈറ്റ് സൈഡിൽ ഒരുപാട് വയറുകൾ വരുന്നുണ്ട്. അപ്പോൾ ഇത് എന്തിനൊക്കെയാണെന്നുള്ളത് കറക്റ്റായിട്ട് എനിക്കും അറിയില്ല. ഇത്രയും വയറുകൾ കൊടുത്തതും എന്തിനാണെന്നുള്ളത് അറിയില്ല. നമുക്ക് എന്തായാലും പിന്നീട് കറക്റ്റായിട്ട് സോർട്ട് ഔട്ട് ചെയ്യാം. ഇപ്പോൾ നമുക്ക് ജസ്റ്റ് ഇതൊന്ന് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഇവിടെ ആയിട്ട് ഒരു എൻജിൻ കിൽ സ്വിച്ച് ഇരിക്കുന്നുണ്ട്. ഇതുണ്ടോ, ഇത് പണ്ട് MITക്കും അതുപോലെ ചേതക്കിനൊക്കെ വന്നത് ഭയങ്കര അതിശയമാണ്. അപ്പോൾ മേ ബി ഇവരായിരിക്കാം തുടക്കക്കാർ. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ആ ഒരു രീതിക്ക് തന്നെ അത്യാവശ്യം നല്ല വയറിൻ്റെ കോലാഹലമാണ്. ഇത്രത്തോളം വയർ ഇതിൻ്റെ ഉള്ളിൽ എങ്ങനെ ഉൾക്കൊള്ളിക്കുന്നു എന്നുള്ളത് സത്യാവസ്ഥ പറഞ്ഞാൽ എനിക്കറിയില്ല. എന്തായാലും ഇതാണ് അതിൻ്റെ സ്ട്രക്ചർ വരുന്നത്. അപ്പോൾ ഈ ഭാഗങ്ങളെല്ലാം കാസ്റ്റ് അയൺ ആണ് വരുന്നത്. ഇവിടെയും കാസ്റ്റ് അയൺ ആണ്. ഇത് 12 വോൾട്ട് ആണോ 6 വോൾട്ട് ആണോ എന്നുള്ളത് എനിക്ക് പ്രോപ്പറായിട്ട് അറിയില്ല. എന്തായാലും ഞാനിത് റിപ്ലേസ് ചെയ്തിട്ട് 12 വോൾട്ടിലേക്ക് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ മേ ബി ചിലപ്പോൾ ഇതിലേക്ക് കുറച്ച് വയർ കുറഞ്ഞേക്കാം. അങ്ങനെ വന്നാൽ നമുക്ക് ഒരുപാട് ഉപകാരമായി കിട്ടും. ഇതിൻ്റെ ഹെഡ് ഊരാൻ നോക്കിയിട്ട് കുറച്ച് കഷ്ടപ്പാടിലാണ്. ഇത് കണ്ടോ, ഇത് ഒരു സ്ക്വയർ നട്ട് വരുന്നുണ്ട്. ഈ സ്ക്വയർ നട്ട് ഇതാ ഈ ഒരു നെട്ടിൻ്റെ തലഭാഗത്തായിട്ട് ഇതാ ഇവിടെ ആയിട്ടാണ് വരുന്നത്. ഇതിനെ നമ്മൾ ഇതിൻ്റെ അടിയിലൂടെ, ഇത് കണ്ടോ, ഇതിൻ്റെ അടിയിലൂടെ മുകളിലേക്ക് വെക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഇതാ ഈ ഒരു ഭാഗത്തായിട്ട് വന്ന് ടൈറ്റ് ആവും. അങ്ങനെയാണ് ഈ ഒരു നട്ട് പ്രോപ്പറായിട്ട് ലോക്കായി നിൽക്കുന്നത്. അതിൻ്റെ ഒപ്പം എന്താ ഇങ്ങനെ ഒരു പീസ് കൂടി വരുന്നുണ്ട്. ഇങ്ങനെയുള്ളൊരു പീസ് ഇതാ ഇവിടെ നിന്നാണ് വരുന്നത്. ഈ ഒരു സംഭവം ഇങ്ങനെയാണ് ഇരിക്കുക. ഇത് കറക്റ്റായിട്ട് ഈ കേബിളുകളെ അലൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പീസ് വെച്ചിട്ടുള്ളത്. നമുക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് അങ്ങനത്തെ ഒരു കേബിളുകൾ തന്നെ ആയിക്കൂടെ വരുന്നില്ല. നെക്കിൻ്റെ ബോൾട്ട് ഊരിയെടുത്തിട്ടുണ്ട്. നെക്കിൻ്റെ ബോൾട്ടൊക്കെ ഓരോ പ്രത്യേകതയുള്ള ടൈപ്പ് ബോൾട്ടാണ്. ഇത് കണ്ടോ, ഈ ഭാഗം കനം കുറഞ്ഞിട്ടും ഈ ഭാഗത്ത് കനം കൂടിയിട്ടുമാണ്. ഇതൊക്കെ ഓരോ വെറൈറ്റി നെട്ടാണ്. ഞാനും എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ നെട്ടൊക്കെ കാണുന്നത് കേട്ടോ. അപ്പോൾ ഇനി ഇതിൻ്റെ നെക്കൊന്ന് അഴിച്ചു നോക്കാം. ഹെഡ് പോർഷൻ കംപ്ലീറ്റ് ആയിട്ട് ഊരിയെടുത്തിട്ടുണ്ട്. സത്യത്തിൽ ഊരിയെടുത്തു എന്നല്ല, നശിപ്പിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഈ ഭാഗത്തെ കേബിളുകളും കാര്യങ്ങളൊന്നും ഞാൻ ഊരല്ല ചെയ്ത് ഡയറക്റ്റായിട്ട് കട്ടർ വെച്ച് കട്ട് ചെയ്യണം. കാരണം ആൾറെഡി ഞാൻ ഇതിൻ്റെ കേബിൾ മാറ്റാനാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ പിന്നെ ഈ കേബിളായിട്ട് റിസ്ക് എടുത്ത് ഊരേണ്ട ആവശ്യമില്ലല്ലോ. നെക്കൂരി ബാക്കി അങ്ങ് കട്ട് ചെയ്തെടുത്തു. അപ്പോൾ ഇതാണ് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഹെഡ് വരുന്നത്. ഇനി ബാക്കി ഇതിൻ്റെ ഉൾഭാഗത്തുള്ള വയറിങ് കാര്യങ്ങളെല്ലാം ഇതിനെ തിരിച്ചിട്ടതിന് ശേഷം നമുക്ക് ഊരിയെടുക്കാം.